ഇവിടെ പുനർജന്മം തന്നെ മരിച്ചതിന് ശേഷം വേറെ ഗർഭത്തിലൂടെ ജനിക്കല എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന എല്ലാവരും എന്തൊരു മണ്ടത്തറ. മുമ്പിൽ കാണുന്നു പുനർജനിക്കുന്നത്. നിങ്ങളുടെ ബീജത്തിലൂടെ നിങ്ങൾ ഗർഭത്തിൽ ചെന്ന് ബീജം, എന്നിട്ട് നിങ്ങൾ തന്നെയല്ലേ ആണും പെണ്ണുമായി ജനിക്കുന്നത്. എന്ന പോലെ തന്നെ പ്രപഞ്ചനാഥൻ തന്നെയാണ് പ്രപഞ്ചഗർഭമായ ഭൂമിയിലേക്ക് ബീജമായി വന്ന് ആണും പെണ്ണുമായി ജനിച്ച പ്രപഞ്ചനാഥനാണ്. ഇവരെ സത്യം റിയലായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ എന്തിനാ കാണാത്തതുകൊണ്ടല്ലേ നിങ്ങൾ തോന്നിയാസം വിളിച്ചു പറഞ്ഞത് ആളെ പറ്റിക്കാൻ അല്ലേ? ജന്മം പുനർജന്മം അങ്ങനെയാണ്, പുനർജന്മം അപ്പുറമാണ്, മരിച്ചിട്ടാണ്, അല്ല മരിച്ചതിന് ശേഷം വേറെ ഗർഭത്തിലൂടെ വീണ്ടും ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞു നടക്കുന്നത്. ആളെ പറ്റിച്ച് വൈകേരിലാക്കുന്നത് നിങ്ങൾ ദർശകനല്ലാത്തത് കൊണ്ടല്ലേ. അപ്പൊ നിങ്ങൾ ബുക്കുകൾ വാങ്ങി വായിക്കാതെ ഇരിക്കുക. നിങ്ങൾ ദൈവത്തെ നേരിട്ട് വന്ന് കാണുക. അതിലൂടെ പുനർജന്മം നിങ്ങൾക്ക് കാണിച്ചു തരാം. പുറം കണ്ടിൽ കണ്ട് മനസ്സിലാക്കുക. നിങ്ങൾ വിശ്വസിക്കല്ല വേണ്ടത്. ഇവിടെ വിശ്വസിക്കരുത്. ആര് പറഞ്ഞതും ഞാൻ പറഞ്ഞതും. ഞാൻ കാണിച്ചു തരാം, മറ്റുള്ളവർ കാണിച്ചു തരാൻ പറഞ്ഞു. അത് എങ്ങനെയാണ് ഉണ്ടാക്കി രൂപാന്തരപ്പെടുത്തി കാണിച്ചു തരണം. അദൃശ്യതയിൽ നിന്ന് ദൈവത്തെ. അല്ലാതെ വിശ്വസിക്കൽ മണ്ടത്തരമാണ്. നമ്മളെ പറ്റിക്കുകയാണ് പറഞ്ഞിട്ട്. കാണാനോ അറിയാനോ കാണിച്ചു തരാനോ അവർക്ക് കഴിയുന്നില്ല. അതുകൊണ്ട് അവര് പറയുന്നതിൽ വിശ്വസിക്കുകയാണ്. അല്ല വേണ്ടത്. നിങ്ങൾ ഈശ്വരനെ, അള്ളാഹുവിനെ ചെന്ന് കാണാം, എന്നിട്ട് കാണിച്ചു തരാൻ പറയാ.